ഹൈലൈറ്റിലിടാനുള്ള സാധനം കട്ടിത്തന്നെ. ആ വലിയ സത്യം ആലീസ് വെളിപ്പെടുത്തുന്നു. ഗൈസ് കേട്ടോളൂ. ആദ്യമായിട്ട് മീനച്ചേച്ചിയുടെ ചാനലാണ് ഞാനിത് പറയുന്നത്. ആലീസിന്റെ ഭർത്താവിന്റെ കോടികളുടെ വീട് കണ്ട് കണ്ണു തള്ളി ആലീസ് ഇതാ നടന്നു വരുന്നു. ഞാൻ അവരൊരു ദിവസം നേരിട്ട് കണ്ടിരുന്നു. ചേട്ടനല്ലേ കോടികളുടെ വീട്? അതെ. എനിക്ക് ആര് പറഞ്ഞു? ഞാൻ അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചായിരുന്നു. എനിക്ക് കല്യാണത്തിന് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ബ്രേക്കപ്പിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ തിരിച്ചിങ്ങോട്ട് തമാശ. ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞപ്പോ അയാൾ തിരിച്ചാൽ ഇങ്ങോട്ട് ചിരിച്ച് പൊച്ചിച്ചു വിടുന്നത്. നിങ്ങൾ രണ്ടുപേരും ആരാ? ഞാൻ എന്റെ ഹസ്ബൻഡിനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭർത്താവിന് സംശയമുണ്ടോ? ഞാൻ നോക്കിയപ്പോ മാന്യം. ഞാൻ സാർ എന്ത് പറയുന്നത്? പുള്ളി എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്റെ തങ്കക്കുടമാണ്. എന്റെ കൂടെ ഇരുന്ന് ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ നശിപ്പിച്ച് വന്നിട്ട് വന്ന് കേസ് എടുക്കാൻ നിൽക്കുവോ? എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. കെട്ടിയതിന് അന്ന് മുതൽ എന്റെ ജീവിതം കിലുക്കത്തിലെ രേവതയെ പോലെയാണ്. ചൂടുവെള്ളം എടുക്കാൻ പറയുമ്പോൾ എന്നോട് പറയും എനിക്ക് വിശക്കുന്ന ഫുഡ് എടുക്കാൻ പറയും. ഫുഡ് എടുക്കുമ്പോൾ എന്നോട് എനിക്ക് തുണി കഴുകിയില്ലേ? അവർ തുണി എടുക്കാം. തുണി എടുക്കാൻ പോകുമ്പോൾ എന്നോട് ചൂടുവെള്ളം അവിടെ. അതുപോലെയാണ്. ഇവളൊരു കാര്യം ശ്രദ്ധിക്കത്തില്ല. ഞാനിങ്ങനെ ആദ്യകാലം തൊട്ടേ ആലീസ് പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് 5 കുട്ടികൾ വേണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എനിക്ക് ആദ്യത്തെ 2 ഇരട്ടെ തരണം, പിന്നെ ഒന്നും കൂടെ പ്രസവിച്ചു, ഒന്നും കൂടെ 3 എണ്ണമായി. രണ്ടാമത്തെ ഇരട്ടാണെങ്കിൽ ഓക്കെ സന്തോഷം. അപ്പൊ 4 ആയല്ലോ. എന്തൊരു ക്രിയേറ്റീവ് ആണപ്പാ. ഇത്രയും വലിയ പിള്ളേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങണ്ടേ? അതെ, പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. വെച്ചടി കേട്ടോ. പിന്നെ ഒരുമിച്ച് ഒറ്റ സ്വച്ചില് 3 എണ്ണത്തില് നിർത്തത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നല്ലേ ഭർത്താവ്? എന്തോ ഈ കാഴ്ചയുടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ശരിക്കും എന്നിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, വലിയ ആളായി പോയി, കണ്ടാ പോലും മൈൻഡ് ചെയ്യില്ല. എന്നെ മനസ്സിൽ ചേട്ടാ കണ്ണ് കാണുന്നില്ല, ആർക്കറിയാരാന്ന്, എനിക്ക് ആരാന്ന് പോലും കാണുന്നില്ല. എന്നാലില്ല, സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. ഇവരും മറ്റേ 4K സിനിമ, ഞാൻ കാണുന്ന 2G കറങ്ങിക്കൊണ്ടിരിക്കും. ചേട്ടാ പൃഥ്വിരാജന്റെ മോഹൻലാലാണ് ആരായിരുന്നു. ഈ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോ യൂട്യൂബും ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോ റീൽസ് ചെയ്യുന്നതായാലും പ്രൊഡക്ഷൻ ഹൗസ് ആയാലും എല്ലാം ഉണ്ടായത് അതുകൊണ്ട് മാത്രം എനിക്ക് നന്നായിട്ട് അറിയാം. കട്ട് ചെയ്ത് തരണം ഈ ഇടക്കിടക്ക് ഇട്ട് കേൾപ്പിക്കാൻ. എന്റെ ടിവിക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തിട്ടേക്ക്. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ഒറ്റ എക്സ്പെർട്ടേ ഉള്ളൂ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ 2 സുഹൃത്തുക്കളെ വീണ്ടും കണ്ടെത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ആലീസ് ക്രിസ്റ്റി ആൻഡ് സജിൻ. വെൽക്കം ടു ദ ഷോ. 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോൾ വിവാഹ ജീവിതം എന്ത് പഠിപ്പിച്ചു? പറ. അയ്യോ, നീ തുടങ്ങിക്കോ. ഒന്ന് പറഞ്ഞു, എനിക്ക് അതനുസരിച്ചിട്ടാണ് ബാക്കി പറയുന്നത്. നീ പറയുന്നതാ നല്ലത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ തുടങ്ങുന്നതല്ല. നിന്റെ മറുപടി അനുസരിച്ച് വേണം എനിക്ക് അടുത്ത മറുപടി. ഞാൻ ചിലപ്പോ ഉള്ളത് പറഞ്ഞാലേ പ്രശ്നമാണ്. 3 വർഷത്തെ വിവാഹ ജീവിതം കുറച്ച് ക്ഷമ പഠിപ്പിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് ഏറ്റവും വാശിയും ദേഷ്യമുള്ള ആളെന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാനൊന്നും അല്ലാന്ന്. പിന്നെ ഞാൻ എന്റെ വാശിയും ദേഷ്യമൊക്കെ കുറച്ചു. 2 ഇൻഡിപെൻഡന്റ് ആൾക്കാരെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അത്യാവശ്യം സ്നേഹം ഉണ്ടെങ്കിൽ ജീവിച്ചു പോവാം, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. പണ്ടെന്ന് വെച്ചാൽ ആലീസ് ക്രിസ്റ്റിയുടെ ഭർത്താവെന്ന് മാത്രം റെക്കഗ്നൈസ് ചെയ്യാൻ ഇപ്പം അറ്റ്ലീസ്റ്റ് യൂട്യൂബിലൊക്കെ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ യൂട്യൂബ് കാണുന്നവരുണ്ടെന്ന് പറഞ്ഞു. എന്നെ കാണുമ്പോൾ ചോദിക്കുന്നവരുണ്ട്, ചേട്ടൻ എവിടെ? അതിനോട് ഒരാൾ ഒരു ദിവസം ഇതുപോലെ ചോദിച്ചത്, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ അയ്യോ ചേച്ചിയല്ലോ ചേട്ടനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എവിടെ പോയാലും ചോദിക്കും. ഈ ആലീസിനെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ 3 വർഷം കൊണ്ട് ആലീസ് കൂടുതൽ സുന്ദരിയായി മാറുകയാണ് ചെയ്തത്. കല്യാണം കഴിച്ച ചെറുക്കന്റെ ഗുണം കൊണ്ടാണോ? സ്നേഹമുള്ള ഭർത്താവുണ്ട്, സുന്ദരിയായതാണ്. അതെ തീർച്ചയായും. ശരിക്കും കല്യാണത്തിന്റെ വെഡിങ്ങിന്റെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇല്ലേ? അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും മറ്റേ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണോ വെളുക്കുന്നത്, എങ്ങനെ വെളുത്തു. അത് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുമ്പ് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ചേച്ചി കല്യാണത്തിന് ഞാൻ 49 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് വണ്ണം വെച്ചപ്പോ മൊത്തത്തിലൊന്ന് ചബ്ബിയായതിന്റെ ഒരു കളർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ നാൾ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മുടെ കണ്ടന്റിന് മാറ്റമില്ല, ലുക്കിലെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടെന്ന്. ഇപ്പൊ ഞാൻ ചെയ്യുന്നതായാലും എന്നും ഫാമിലി വ്ളോഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നും ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ തന്നെ നോക്കിയപ്പോ എനിക്കൊരു മാറ്റം ഇല്ല. എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടെന്ന് വെച്ചാൽ ഞാൻ ലുക്ക് മാറ്റാൻ തീരുമാനിച്ചു. സജിൻ ചേട്ടന് ആലീസിന് കൊടുത്തിട്ടുള്ള ഒരു ഉപദേശം എന്താണ് കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട്? ഇവളൊരു കാര്യം ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയല്ല, കുറ്റപ്പെടുത്തല്ല.
ഇവക്ക് ചില കാര്യങ്ങൾ ഉപദേശമല്ലേ? അല്ലല്ല കാര്യം ഇപ്പം ഞാൻ ഇപ്പൊ പ്രൊഡക്ഷൻ തുടങ്ങി തുടങ്ങിയല്ലേ, ഏതെങ്കിലും ഒരു 5 ടാസ്ക് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടാസ്ക് പോലും തീർക്കൂല. അങ്ങനെയാ ആർട്ടിസ്റ്റുകളൊക്കെ മെസ്സി ആയിരിക്കും. ഒരു പറഞ്ഞു ബാക്കി പറഞ്ഞു, ഞാൻ ഒരുമിച്ച് പറയാം. പറഞ്ഞോ. ഇപ്പൊ 5-6 പ്രൊമോഷന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് ലൈവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് കയ്യിൽ കൊടുത്തേക്കും, പക്ഷെ അത് ലൈവ് പോകില്ല. ഞാൻ 4 വട്ടം വിളിച്ചു പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാൻ സഹി ഇട്ടിട്ട് നീ എന്തെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട അവസ്ഥയാ. കഴിഞ്ഞോ? എന്താ പറ്റി പറഞ്ഞു? കെട്ടിയെന്നു മുതൽ എന്റെ ജീവിതം കിലുക്കത്തിലെ രേവതയെ പോലെയാണ്. ചൂടുവെള്ളം എടുക്കാൻ പറയുമ്പോ എന്നോട് പറയും എനിക്ക് വിശക്കുന്ന ഫുഡ് എടുക്കാൻ പറയും. ഫുഡ് എടുക്കാൻ പോകുമ്പോൾ എന്നോട് തുണി കഴുകിയില്ല, തുണി കഴുകാം. തുണി എടുക്കാൻ പോകുമ്പോൾ എന്നോട് ചൂടുവെള്ളം അവിടെ. അതുപോലെയാണ് ഞാനൊരു വീഡിയോ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്തിരിക്കും. മറ്റേ വീഡിയോയുടെ ക്യാപ്ഷൻ എവിടെ നോക്കിയപ്പോൾ ഡൗൺലോഡ് അവിടെ നിർത്തിട്ട് ഞാൻ ക്യാപ്ഷൻ എടുക്കാൻ പോകും. ക്യാപ്ഷൻ ടൈപ്പ് എടുക്കുമ്പോൾ മറ്റൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തോ, അപ്പൊ ഞാൻ വീണ്ടും വന്ന് ഡൗൺലോഡ് വെക്കും. ഡൗൺലോഡ് വെക്കുമ്പോൾ പറയും ഇതൊന്നുമല്ല, പുതിയൊരു പ്രൊമോഷൻ ആളെ വിളിക്കാനുണ്ട്, വിളിച്ച് സംസാരിക്കാൻ പറയും. അപ്പൊ ക്യാപ്ഷനും ഡൗൺലോഡിങ് അവിടെ നിൽക്കുവാണ്. അടുത്ത ആളെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പോകും. സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ മറ്റത് മറന്നു പോകും, സ്വാഭാവികം. ആ അവസാനം വരെ ഒന്നും ചെയ്യൂലല്ലോ. ഇല്ല, ഓരോന്നും മാറി മാറി തന്നോണ്ടിരിക്കല്ലേ, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എന്തെങ്കിലും പറയാറുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കപ്പ് അങ്ങോട്ട് മാറിയ ബഹളമാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോയി ഒരു പക്ഷെ എനിക്ക് ഒന്നാമത്തെ എനിക്ക് കുറച്ച് മറവി കൂടുതലായി ചേച്ചി. ഈ പറഞ്ഞത് ഇത് തന്നെയാണ് എക്സാമ്പിൾ. ഒരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഇടുമ്പോഴായിരിക്കും ഒരു ആവശ്യത്തിന് ഒരു കോള് വരുന്നത്. ആ കോളിൽ സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും ഞാൻ തൊട്ട് മുന്നേ എന്തോ ചെയ്തോണ്ടിരുന്നുള്ള. ഐഡിയലി ക്യാമറയുടെ മുമ്പിൽ മാത്രമാണ് ഇവള് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഓഫ് ദി ക്യാമറയിൽ ഭയങ്കര പാടാ മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ എന്നാലെന്താ എന്നാലെന്തോ എന്ത് ചോദിച്ചു പറ. നല്ലൊരു മികച്ച ഭാര്യയെ കിട്ടിയില്ലേ അല്ലേ? പറ. മികച്ച ആളുകൾ എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സജിൻ കല്യാണം കഴിച്ചത്. പിന്നെ തീർച്ചയായും ചേട്ടാ. ഓ പിന്നെ അതുപോലെ ഞാൻ ശ്രദ്ധിച്ച വേറെ നല്ല കാര്യം എന്താന്ന് പറയട്ടെ, പല പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളൊരു നോൺ സെലിബ്രിറ്റി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ വീടുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ അവിടെയുള്ള എല്ലാവരെയും ആലീസ് കയ്യിലെടുത്ത് അവര് ഇവളെ കയ്യിലെടുത്തു. അങ്ങനെയല്ലേ? എങ്ങനെയാടാ പറയടാ. പക്ഷെ ഇവള് എല്ലായിടത്തും മിങ്കിളായി പോകും. എന്റെ ഫാമിലിയിലും ആരുടെ കാര്യം ഇടപെടാൻ പറ്റാത്തൊരു സൈറ്റ് ടൈപ്പാ. അതുകൊണ്ട് ജീവിച്ചു. ഒന്നിന്റെ കാര്യത്തിൽ അത് അവര് അങ്ങോട്ടും ഇടപെടാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ടും ഇടപെടാൻ പോയില്ല. അതുകൊണ്ട് മറ്റേ മിങ്കിളിംഗ് കൊണ്ടായിട്ട് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പൊതുവെ എത്ര നാത്തൂന്മാര് നല്ല സ്നേഹത്തിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഗുഡ് ഫാമിലിയിൽ വരുമ്പോ അങ്ങനെയാണ്. അല്ലാണ്ട് എന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പം അല്ല, ഞാന് എന്റെ പെങ്ങള് അപ്പനും അമ്മയൊക്കെ സൂപ്പർ ഫാമിലിയാണ്. അതുകൊണ്ട് നീ ജീവിച്ചു പോകുന്നു. പിന്നെ പക്ഷെ എന്നിരുന്നാൽ തന്നെ ആ മൊത്തത്തിൽ കല്യാണം കഴിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. എനിക്ക് പണ്ടത്തെ ലൈഫിനെക്കാട്ടിലും എനിക്ക് ഈ ലൈഫാണ് ഇഷ്ടം. കുറച്ചൊരു ഫ്രീഡം കിട്ടി, നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാം, എവിടെ വേണേലും പോവാം. അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു ധൈര്യമായി എനിക്ക് എന്തും ചെയ്യാനുള്ളത്. മറ്റേ എനിക്ക് കുറച്ച് നാട്ടുകാരെ പേടിയുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്തും ചെയ്ത് ജീവിച്ച ഞാൻ ഒന്നും ചെയ്യാതെ ഒതുങ്ങി ജീവിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ സൈലന്റായിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, ഇങ്ങനെ ഫുൾ ടൈം സീരിയലിൽ ഇൻവോൾവ് ആയിട്ടുള്ള 15 മുതൽ 20 ദിവസം വരെ സീരിയൽ സെറ്റുകളിൽ മാത്രം ഉണ്ടാവുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ നേരത്തെ കുറെ ടെൻഷനുകളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നോ? ഇത് എങ്ങനെയായിരിക്കും ശരിയാകും? 15 ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സന്തോഷം. എനിക്കൊരു ഞാനും 1 വീക്ക് 2 വീക്സ് ഞാനും മാറിയിരിക്കുന്ന ഒരാളാണ് ജോലിയുടെ ആവശ്യമായിട്ട്. കാര്യം ആദ്യം സീരിയലുള്ള സമയത്ത് ഇവളുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ പോവായിരുന്നു. സീരിയൽ ഇല്ലാത്ത സമയത്ത് ഇവളെന്ന് വീട്ടിൽ വരുന്നുണ്ട് അപ്പം നോക്കി ഞാൻ പോകും. ഇപ്പൊ ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ പൊള്ളിയൊക്കെ സജിൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? കുക്ക് ചെയ്യാൻ പഠിച്ചോ? ഞങ്ങളുടെ കുക്കിംഗ് ഭയങ്കര കുറവാണ് ഇവിടെ. സമയം കിട്ടാറില്ല. ഒന്ന് ഇവളുടെ ഷൂട്ടിൽ ബിസി ആയിട്ടിരിക്കും. ഇവളുടെ ഷൂട്ടിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരിക്കലും ഫുഡ് ഉണ്ടാക്കാൻ നിർബന്ധിക്കാറില്ല. കാര്യം പക്ഷെ തിരിച്ചുണ്ടാക്കി കൊടുക്കാം. ഞാൻ ഓഫീസിലാണ് രാവിലെ പോകുന്നത്. ഫുഡ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ രാവിലെ നേരത്തെ പോകാറുണ്ട്, വൈകിട്ട് ലേറ്റ് ആയിട്ട്. ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. നാളെ ഷൂട്ട് ഉണ്ട്. എനിക്ക് 7 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. എനിക്കറിയത്തില്ല. അതെ, അങ്ങനെ ഫുഡ് ഇതാനങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല. ഈ ഒരു 3 വർഷത്തിനിടയിൽ ഇടയ്ക്ക് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല, ഇടയ്ക്കൊക്കെ നല്ല മൂടൊക്കെ ആണെങ്കിൽ കുക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞാൽ എനിക്കും ഒന്നാമത്തെ എന്താണെന്നറിയോ, നമ്മളിപ്പോ വീട്ടിലൊരു 2 ദിവസത്തേക്ക് നിൽക്കാന്ന് വിചാരിച്ചോ, 2 ദിവസത്തേക്ക് കുക്ക് ചെയ്യാൻ നമ്മൾ സാധനങ്ങൾ മേടിക്കും. ഈ സാധനങ്ങളൊന്നും 2 ദിവസം കൊണ്ട് തീരില്ല. 3-ാമത്തെ ദിവസം ഇത് ഫുള്ള് വേസ്റ്റ് ആണ്. അപ്പൊ ഈ 2 ദിവസം ഞാൻ ഈ കുക്ക് ചെയ്യാൻ സാധനം മേടിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ലാഭം സ്വിഗ്ഗി ചെയ്ത് കഴിക്കുന്നതാണ്. ഈ 3 വർഷത്തിൽ നമ്മൾ വീട്ടിലൊരു കണ്ടിന്യൂസ്ലി 3 ദിവസം നിന്നിട്ടില്ല ഞങ്ങളുണ്ട്.
അത്ര നിന്നിട്ടില്ല. ഇല്ല. ആണോ? ഈ 3 വർഷത്തിനിടയ്ക്കോ? കുറവാണ്. വേറെ കാര്യം ചോദിക്കട്ടെ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിയോ? ഞാൻ പണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് 1 രൂപ കിട്ടി അത് 2 ആക്കണം എന്നുള്ളൊരു ഇതാണ്. എനിക്കതങ്ങനെ എനിക്ക് ഭയങ്കര ലാവിഷ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് പണ്ടേ ഇതുണ്ടായിരുന്നു. ഈ ചൈന ഉണ്ടായിരുന്നോ? ഞങ്ങൾ ആവശ്യത്തിന് സേവ് ചെയ്യാറുണ്ട്, ആവശ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, ആവശ്യത്തിന് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പണ്ട് കാലം തൊട്ടേ അങ്ങനെ ചെയ്യുന്നുണ്ട്. പണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ഇവളും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും ഫിനാൻഷ്യലി കുറച്ചുകൂടെ മെച്ചുവേർഡ് ആണ്. ഞങ്ങൾ ഒന്നിനും പൈസ കണക്ക് വെച്ചിട്ടില്ല. ഇപ്പൊ എക്സാമ്പിൾ ഒരു സാധനം മേടിച്ചെന്ന് വെച്ചോ, ഈ സാധനത്തില് എന്റെ എത്ര രൂപയുണ്ട്, ഈ ചാനൽ എത്ര രൂപയുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കണക്കില്ല. അത് ഒരു കാര്യത്തിലും കാശിന്റെ കാര്യത്തിൽ ഇതുവരെ ഒന്നിനും കണക്ക് വെച്ചിട്ടില്ല. ചില സാധനങ്ങൾ ഞാൻ മേടിക്കാവുള്ളൂ, ഞാൻ അങ്ങ് മേടിക്കും. ചിലപ്പോൾ ഞാൻ മേടിക്കും. ഇപ്പൊ ചിലപ്പോ ഈ മാസം ഞാൻ റെന്റ് കൊടുത്താൽ അടുത്ത മാസം ഈ ചാനായിരിക്കും. അപ്പൊ അതിന്റെ ഒരു കാര്യത്തിലും കണക്കില്ല. ഞങ്ങൾ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആർക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് ആ ആളും കൊടുക്കുവാന്ന് തോന്നുന്നു. ആ സമയത്ത് ആരുടെ ഗൂഗിൾ പേക്ക് ഭാഗ്യമുണ്ടോ അതങ്ങ് വർക്ക് ചെയ്യും. പക്ഷെ എന്റെ വീട്ടിലാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ ഗൂഗിൾ പേക്ക് ഭാഗ്യം ഇല്ലാന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞൂടായിരുന്നു. അങ്ങനെയൊന്നും പറയാറില്ലല്ലേ? നല്ല ഉത്തമ ഭാര്യയാണ്. നോക്ക്, ഇങ്ങനെ ഒരു ഭാര്യ കിട്ടിയത് ഭാഗ്യം. അത് സത്യം. ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടുകാരെ നോക്കുന്നതായാലും ഫിനാൻഷ്യൽ കാര്യങ്ങളായാലും അതൊക്കെ മെഡിക്കാണ്. പല ഇന്റർവ്യൂകളിലും ഞാനിങ്ങനെ ആദ്യകാലം തൊട്ടേ ആലിസ് പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് 5 കുട്ടികൾ വേണം. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോടാ? 5 ആഗ്രഹമുണ്ട്, 3 എന്നാണ് എന്റെ ആഗ്രഹം. ഒരു വിശേഷം വന്നാലും ഒരു കല്യാണം വന്നാലും ഒക്കെ മക്കളും മരുമക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് വലിയൊരു കുടുംബം ഉണ്ടാവണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. അടുത്ത ചോദ്യം, എന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും, എന്നാലും ഇത്രയും വലിയ പിള്ളേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങണ്ടേ? അതെ, പരിപാടികൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. വെച്ചടി കേട്ടോ, ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിൽ 3 നിർത്തത്തുള്ളൂ. അതെ, ആ ഒരു സ്ട്രെച്ചിലോട്ട് എത്താനുള്ള സമയമാണ് ഈ എടുത്തോണ്ടിരിക്കുന്നത്. മെന്റലി ഒരു അപ്പനും അമ്മയും ആവാനുള്ള ഒരു അതെ ഞാൻ പറഞ്ഞ എനിക്ക് 3 മക്കൾ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മനസ്സിൽ ദൈവത്തിന്റെ പ്ലാനാണ് ഒന്നും അറിയില്ല. ഞാൻ ആലോചിച്ചപ്പോ ഒരു തവണ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡയറ്റ് ചെയ്ത് മെലിഞ്ഞ് പിന്നെയും ഗർഭിണിയായി പിന്നെ പ്രസവിച്ച് ഡയറ്റ് ചെയ്ത് എന്ത് പാടാണ്. അതിനെക്കാട്ടിലും ഒറ്റ സ്ട്രെച്ചിൽ 3 പ്രസവിച്ച് തീർക്കണം. ട്രിപ്ലറ്റ്സ് ആയാലോ? സന്തോഷം. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എനിക്ക് ആദ്യത്തെ 2 ഇരട്ട തരണം, പിന്നെ ഒന്നും കൂടെ പ്രസവിച്ചു, ഒന്നും കൂടെ 3 എണ്ണമായി, പിന്നെ രണ്ടാമത്തെ ഇരട്ടാണെങ്കിൽ ഓക്കെ സന്തോഷം, അപ്പൊ 4 ആയല്ലോ. ക്രിയേറ്റീവ് ആണപ്പാ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഇരട്ട എന്ന് തരണേന്ന്. അപ്പം ഈ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി. ഈ പറഞ്ഞ പോലെ ഇപ്പം 3 പ്രസവമൊക്കെ ഒരുമിച്ച് പ്രസവിക്കാൻ നിന്ന് വീട്ടിൽ വയ്ക്കുമ്പോൾ കാശ് വേണ്ടേ? നമ്മൾ ഫിനാൻഷ്യലി നമ്മളൊന്ന് സെറ്റിൽ ആവണം, എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് വേണം അതിലോട്ടൊന്ന് ഇറങ്ങി തിരിക്കാൻ. ഞങ്ങളില്ലെങ്കിലും ബിസിനസ് തന്നെ റണ്ണായി കാശ് വരാനുള്ള ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് നമ്മുടെ കാര്യമല്ല, നമ്മുടെ അപ്പനും അമ്മേനെ സേഫ് ആക്കണം, ഈ പറഞ്ഞ വരാൻ പോകുന്ന കുട്ടികൾ സേഫ് ആയിരിക്കണം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ ബേസ് സെറ്റ് ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒന്ന് ഇറങ്ങി തിരിക്കാം. ഡെലിവറി വ്ളോഗാ, പിന്നെ ഡെലിവറി വ്ളോഗാ, പിന്നെ ഡെലിവറി വ്ളോഗുകളുടെ ബഹളമായിരിക്കും. അതെ, നമ്മുടെ എപ്പോഴും മനസ്സിലുണ്ടാവില്ല നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മുടേതായ പൈസ കൊണ്ട് കാറ് വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുടെ ഏതൊക്കെ ലെവൽ വരെ എത്തി? ഏതൊക്കെയാണ് അച്ചീവ് ചെയ്തത്? കാറ് മേടിച്ചു, പ്രൊഡക്ഷൻ ഹൗസ് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു. എനിക്കങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളുള്ള ആളല്ല. ബേസിക്കലി എന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര ചെറുതാണ്. എനിക്കിപ്പം ഇനിയിപ്പം ഒരു 5 വർഷം കഴിയുമ്പോൾ ജീവിതത്തിൽ ആകണം എന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ഒരു ആഗ്രഹമില്ല. വെറുതെ പോയാൽ അത് ഇപ്പൊ എങ്ങനെ പോകുന്നു അതിൽ നിന്നും തട്ടുമുട്ടും ഇല്ലാണ്ട് ഇതുപോലെ അങ്ങ് പോയാൽ മതി. എനിക്ക് അത്ര ഉള്ള ആഗ്രഹങ്ങൾ. എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ആളല്ല ഞാൻ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ സ്വന്തമായിട്ട് വീട് വെച്ച് അവിടെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അത് ആഗ്രഹം പോലെ സ്വന്തം വീട്ടിലപ്പോ ആ ആഗ്രഹം നടന്നു. പിന്നെ എനിക്ക് ഈ ഫ്ലാറ്റ് മേടിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിൽ അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴോ ദൈവം അതിനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടിയപ്പോ അങ്ങ് മേടിച്ചു. അതും ഈ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സാധനമല്ല. ഈ കല്യാണം കഴിഞ്ഞ് ആദ്യം വീട്ടിൽ കയറി എന്ന് പറഞ്ഞ കാര്യം ഓർത്തപ്പോ ഞാനൊരു തമ്പ് ആ സമയത്ത് കണ്ടത് ഓർമ്മ വന്നതാ. അതായത് ആലീസിന്റെ ഭർത്താവിന്റെ കോടികളുടെ വീട് കണ്ണ് തള്ളി. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ചാനലിന്റെ പേര് പറയുന്നില്ല, ഞാനത് അവർക്ക് അനാവശ്യ പ്രൊമോഷൻ കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ അവരൊരു ദിവസം നേരിട്ട് കണ്ടിരുന്നു. ചേട്ടനല്ലേ കോടികളുടെ വീട്? അതെ. ആര് പറഞ്ഞു? ഞാൻ അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചായിരുന്നു, അവരാ പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയുള്ള ട്രോളുകളും ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫേസിലേക്ക് എത്തിയോ? എനിക്ക് അങ്ങനെ പണ്ടും അങ്ങനെ വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഏതെങ്കിലും കമന്റിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ മിക്കതും ചെയ്യാറുണ്ട്. ആണോ? ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. ഇതുപോലെ ഈ സ്കിന്നിന്റെ കാര്യം പറഞ്ഞപ്പം ഏതോ ഒരു ചേച്ചി ഇതുപോലെ കമന്റ് ഇട്ടിരുന്നു,
എന്നെ ഏതൊരു ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ സ്ഥിരം കാണാറുണ്ട്. ചേച്ചിയുടെ മോളെ കൊണ്ട് അവിടെ വരുമ്പോ ഞാൻ അവിടെ ഡോക്ടറിനെ കണ്ടു, ഡോക്ടറിന്റെ ഏതോ ഒരു ഡോക്ടറിന്റെ പേര് ഇട്ടിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ തിരിച്ച് ഭയങ്കരമായിട്ട് കമന്റിൽ ഞാൻ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുവാന്നുള്ള രീതിയിൽ ഈ ചാനൽ ഇരുന്ന് കൊടുക്കാറുണ്ട്. ആണ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കമന്റ് ഏതായാലും മനസ്സിൽ ഓർമ്മയിലുണ്ടോ? മറ്റേ അന്ന് സിനിമ മറ്റേ ഇവിടുത്തെ മറ്റേ ആടുജീവിതത്തിനകത്ത് ഇവർക്കൊന്നും വേറെ ജോലിയില്ലെന്നും പറഞ്ഞു. മറ്റേ ആട് ജീവിതത്തിന്റെ ഇവർക്കൊന്നും വേറെ ജോലിയില്ല, സിനിമ കണ്ടപ്പോ സിനിമ കണ്ടു വന്നാ പോയെന്ന്. യെസ്, അതിന്റെ ഒരു അപ്ഡേറ്റ് ചോദിക്കാനിരിക്കായിരുന്നു. അതായത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു, അതായത് ആട് ജീവിതം കാണാൻ പോയി, അവിടെ ആളുകള് വീഡിയോ എടുക്കുന്ന കണ്ടു. അതിന്റെ പേരില് അങ്ങനെ ഒരു പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാന്ന് പറയുന്നത് ഒരു 99% ആൾക്കാരും ചെയ്യില്ല. അതായത് ഇതൊക്കെ തലവേദനയാണ്, ഇനി പോലീസ് സ്റ്റേഷനിൽ പോകണം, പിന്നെ ഇതിന്റെ പുറകെ അവർ വീണ്ടും വിളിപ്പിക്കും, അതിനൊക്കെ പുറകെ നടക്കണം. പക്ഷെ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലീസിൽ കൊണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്? കാര്യം തിയേറ്റർ ആൾക്കാർ അത്രയ്ക്ക് ഒരു റെസ്പോൺസിബിൾ ഇല്ലായിരുന്നു അവർക്ക്. നമ്മൾ പറഞ്ഞ കാര്യത്തിന് പട്ടി വില എന്നുള്ളൊരു സാധനമായിരുന്നു അത്. അപ്പൊ ഈഗോ ഹേർട്ടായി. അപ്പൊ എനിക്ക് ഈഗോ ഹേർട്ടായെന്ന് മാത്രല്ല, ഒരാള് കംപ്ലൈന്റ് ചെയ്ത് നമ്മളെ കാണിക്കാനെങ്കിലും ഒന്ന് നോക്കിക്കൂടെ അവർക്ക്, അതിനും വന്നില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയേ ഇവർക്കൊരു കുഴപ്പമില്ലേ, അങ്ങനെ സാധനം വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടല്ലോ, അതായിരുന്നു കാര്യം. അപ്പോഴാണ് ഞാനത് നോട്ട് വെച്ചിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തു. പിന്നെ അതിന്റെ അപ്ഡേറ്റ് എന്താ സംഭവിച്ചത്? അത് കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചിരുന്നു. ആ ആളെ വിളിച്ചു, ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരാഴ്ചക്ക് എന്തോ ഫോണൊക്കെ പിടിച്ചു വെച്ചിരുന്നു. അവസാനം അവരിപ്പോ വിളിച്ചിട്ട് എന്റെ പൊന്നു അലീസ എന്തിനാ ഉപദ്രവിക്കുന്ന ചോദിക്കുന്ന ആക്ച്വലി ആ പുള്ളി ഒരു പാവമായിരുന്നാണ് അവര് പറഞ്ഞത്. കാര്യം ഗേൾഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈവ് വീഡിയോ സ്ട്രീം ചെയ്തോണ്ടിരിക്കാന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോ കോളിലായിരുന്നു എന്ന് പറയുന്നു. അക്സെപ്റ്റ് ചെയ്തില്ല അവര് പോലീസുകാര്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ 2.5 മണിക്കൂറൊക്കെ കാമുകിയെ വിളിച്ച് വീഡിയോ കോളിൽ കാണിക്കാൻ പറ്റിയ സിനിമയായിരുന്നു അല്ലേ? ഇപ്പൊ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണെങ്കിൽ നമുക്കൊരു കാമുകനും കാമുകി അവർക്കൊരു സുഖം ഇരുന്ന് വീഡിയോ കോളിൽ നിന്ന് കാണുന്നു. ആട് ജീവിതമൊക്കെ അപ്പൊ അത് തന്നെ റീസൺ അവിടെ സ്റ്റേഷനിലും അവർക്കും അത് അത്ര അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പിന്നെ വേറെ അതുപോലെ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു, ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഹാക്ക് ചെയ്ത് പോയ ഒരാളാണ്. അതിന്റെ വേദന നന്നായിട്ട് അറിയാവുന്ന എന്തായിരുന്നു സത്യത്തിൽ യൂട്യൂബിന് സംഭവിച്ചത്? നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഒരു പരിധി കഴിഞ്ഞപ്പം അവര് ചാനലിന്റെ ഓണറും നമ്മൾ അതിന്റെ മറ്റേ നമ്മൾ സീരിയൽ അഭിനയിക്കുന്ന ഡെയിലി പേയ്മെന്റിന് അഭിനയിക്കുന്ന പോലത്തെ ഒരു സംഭവമായിട്ട് മാറി. അങ്ങനെ മാറി കഴിഞ്ഞ് പിന്നെ കാശിന്റെ കാര്യത്തിലൊക്കെ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ 2-3 മെയിലൊക്കെ കണ്ടു. നമ്മളടുത്ത് പറയുന്ന പേയ്മെന്റ് അല്ല അവരവിടെ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളടുത്ത് പറയുന്നതിന്റെ ഇരട്ടി ഡബിളൊക്കെ മേടിച്ചിട്ടാണ് നമുക്ക് ഒരു ചെറിയ എമൗണ്ടും അതിൽ നിന്ന് പിന്നെയും ഒരു 20% അവരുടെ കമ്മീഷൻ കട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ നേരിട്ട് പറഞ്ഞ സമയത്ത് അവരത് അക്സെപ്റ്റ് ചെയ്തില്ല, ചാനൽ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കേസ് കൊടുത്തു, കമ്മീഷണർ ഓഫീസിലൊക്കെ കേസ് കൊടുത്തു. അതിന്റെ പുറകെ ഇങ്ങനെ കുറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ലാസ്റ്റ് ഒരു പരിധി കഴിഞ്ഞപ്പോ അവര് തരാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തരുമായിരുന്നു. നമുക്ക് അറിയാന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അതിന്റെ പേരിൽ ഒത്തിരി മാനസിക സംഘർഷം, ഭയങ്കര മാനസിക സംഘർഷമായിരുന്നു അല്ലേ? പിന്നെ അത് ഈ യൂട്യൂബ് ഹാക്ക് ആയി പോകുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെ യൂട്യൂബ് അങ്ങനെ ഹാക്ക് ആവത്തില്ല. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫേസ്ബുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഫേസ്ബുക്ക് പോയി. അത് ശരിക്കും ആരോ ഹാക്ക് ചെയ്തതായിരുന്നു. ശരിക്കും ഹാക്കേഴ്സ്. അത് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. അതൊന്നുമില്ല. നമ്മളിപ്പോ യൂട്യൂബിൽ ലിങ്ക് വരത്തില്ല, മോണിറ്റൈസേഷൻ എന്തോ ഈ ഒരു വീഡിയോക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ക്ലിക്ക് ദിസ്, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അത് ഫിക്സ് ചെയ്യാൻ നമുക്കറിയില്ല. ആ സമയത്ത് അങ്ങനെ വരുന്നേ ഉള്ളായിരുന്നു. ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് മറ്റേ മോണിറ്റൈസേഷന്റെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഫിക്സ് ദിസ് എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ ഇതിലോട്ട് പോകും. അവിടെ നിൽക്കുവാണത്. ബൈ ഡീഫോൾട്ട് 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അവരുടെ അക്കൗണ്ടിലേക്ക് പോകും, നമ്മുടെ പേജ് അവരിലേക്ക് പോകും. ചെയ്തത് എന്നിട്ട് എന്റെ അടുത്ത് അവതരിപ്പിക്കാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കാൻ എങ്ങനെയായിരുന്നു എന്നിട്ട് ഇത് വന്ന് അവതരിപ്പിച്ചത്? നമ്മുടെ ഫേസ്ബുക്ക് പോയി കേട്ടോ. അവസാനം വരെ പറഞ്ഞില്ല ഞാനാ ചെയ്തത്. സൈബർ സെക്യൂരിറ്റി പോയിട്ട് അവര് ചോദിക്കുക ഭർത്താവിന് സംശയമുണ്ടോ. അവരെന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ആരാ? ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിനാണ്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭർത്താവിന് സംശയമുണ്ടോ? ഞാൻ നോക്കിയപ്പോ മാന്യം സാറേ എനിക്ക് മോളെ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ. അപ്പോഴും എനിക്കറിയില്ല ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ആളോ എനിക്കറിയില്ല. ഞാൻ സാർ എന്താ പറയുന്നത്, പുള്ളി എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, എന്റെ തങ്കക്കുടമാണ്. എന്റെ കൂടെ ഇരുന്ന് ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ നശിപ്പിച്ച് വന്നിട്ട് വന്ന് കേസ് എടുക്കാൻ നിൽക്കുവോ? മറ്റങ്ങനെ എന്നോട് ചോദിച്ചു. ആ പുള്ളി ചോദിച്ചു എന്നാലും എന്തെങ്കിലും ഒരു മെസ്സേജ് വരാതെ അതങ്ങനെ പോകില്ല. ഇല്ല സാർ കാണാനില്ല.
എന്തോ ആരെ കള്ളം കയറി എന്തോ അടിച്ചോണ്ട് പോയത് പോലെയാ. പിന്നീട് ഇരുഗതിയും പരഗതിയും ഇല്ലാതായപ്പോ എന്നോട് ദിവസം ഇടയ്ക്ക് എപ്പോഴും ഒരു ലിങ്ക് കണ്ടായിരുന്നു കേട്ടോ ഞാൻ. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ ന്യൂസുകൾ വന്നു, ഇങ്ങനെ ലിങ്ക് വന്നു, അത് ക്ലിക്ക് ചെയ്താൽ പോകും. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു. അതെ അതെ അതെ. പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു ലിങ്ക് വന്നിരുന്നു, ഞാൻ ഇങ്ങനെ അറിയാതെ ക്ലിക്ക് ചെയ്തിരുന്നു, പിന്നെ കാണാനില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ ആ സമയത്ത് എന്തുമാത്രം ക്ഷമ നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് അതിനെ കാമായിട്ട് നേരിടാൻ പറ്റുക. അതെങ്ങനെയായിരുന്നു അത്? എന്റെ ഫേസ്ബുക്ക് കൊണ്ട് കളഞ്ഞിട്ടും അല്ല കാണിച്ചു. അല്ല, ക്ഷമ കേട്ടെന്ന് വെച്ചാൽ ആ സമയത്താണ് യൂട്യൂബിന്റെ പ്രശ്നം ഒന്ന് മാറി. അത് കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴായിരുന്നു ഇത് ആയത്. അപ്പൊ യൂട്യൂബ് എങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരാളുടെ അടുത്ത് യൂട്യൂബ് ഉണ്ടല്ലോ യൂട്യൂബ് ഉണ്ടല്ലോ നിനക്ക്, ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ ഡൗൺ ആടി, സാരമില്ല അങ്ങനെ. പക്ഷെ അത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ചേച്ചി. പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ, എന്തായാലും സാധനം പോയി. ഇനി സമാധാനം കൂടെ പോകണമെന്ന് വെച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. സീരിയലുകളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. മറ്റത് ജീവിതം എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 5:30-6 മണിക്ക് അലാറം വെക്കുക, 6:30 ആകുമ്പോൾ വണ്ടി വരും, നേരെ പോയി ആദ്യം മേക്കപ്പ് ഇടുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, സീൻ വരുന്നു, സീൻ വായിക്കുന്നു, അഭിനയിക്കുന്നു, എല്ലാരും കൂടെ സംസാരിക്കുന്നു, അപ്പോഴേക്കും ഉച്ചയാവുന്നു, പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു ഉച്ചമയക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അടുത്ത സീൻ വരുന്നു, അഭിനയിക്കുന്നു, രാത്രിയാവുന്നു, ടാറ്റാ ബൈ പറഞ്ഞ് വീട്ടിൽ വരുന്നു. ഇതായിരുന്നു ജീവിതം. അതിൽ നിന്ന് സീരിയലിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. എനിക്ക് ഭയങ്കര പാടായിരുന്നു. മറ്റേ നമ്മൾ രാവിലെ എഴുന്നേക്കാൻ മേക്കപ്പ് ഇടുക, ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണല്ലോ. പിന്നെ അതിൽ നിന്ന് മാറി ഞാൻ ഞങ്ങളുടെ ഡിസിഷൻ ആയിരുന്നു ബ്രേക്ക് എടുക്കുന്നത്. അത് എന്റെ തീരുമാനമായിരുന്നു. അപ്പൊ ഇപ്പൊ കാണുമ്പോ എല്ലാവരും ഇപ്പൊ എന്താ സീരിയൽ ചെയ്യാത്തേന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു വിഷമമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്നു ഓക്കെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് സീരിയൽ ഒന്നും കൂടെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ആണ്. ഇതുപോലെ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വേറെ കാര്യമാണ്, ഒരുപാട് പേർക്ക് ഒരു പക്ഷെ പ്രയോജനപ്പെടും, ഒരു ഐ സർജറി നടത്തിയില്ലേ? അത് എന്തായിരുന്നു അതിലേക്ക് നയിച്ച കാര്യങ്ങൾ? അതിനുശേഷം എന്തുണ്ടായി? ഞാൻ 2006 മുതൽ കണ്ണാടി ഉപയോഗിക്കുന്ന ആളായിരുന്നു. എനിക്ക് കാഴ്ചയുടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുങ്ങും. അപ്പൊ ആ ഡ്രസ്സിന് കണ്ണാടി എങ്ങനെ വെച്ചാലും ചേരില്ല. അപ്പൊ കണ്ണാടി ഇല്ലാതെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഫംഗ്ഷന് പോകും. ചെന്നിടുമ്പോ ആരെങ്കിലും ഒക്കെ കൈ കാണിക്കും, എനിക്കാണെങ്കിൽ ആരാന്നോരും കാണില്ല. അപ്പൊ ഞാൻ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ശരിക്കും എനിക്ക് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, വലിയ ആളായി പോയി, കണ്ടാ പോലും മൈൻഡ് ചെയ്യില്ല. എന്നെ മനസ്സിൽ ചേട്ടാ കണ്ണ് കാണുന്നില്ല, ആർക്കറിയാന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കി ചിരിച്ചു തുടങ്ങി. ഫംഗ്ഷനൊക്കെ ചിലപ്പോ ആൾക്കാർ ദൂരെന്ന് കൈ കാണിക്കും. അപ്പൊ എനിക്ക് കാണാം എന്നെ ആരോ ഇങ്ങനെ കൈ കാണിക്കുന്നതെന്ന് കാണാം, എനിക്ക് ആരാന്ന് പോലും കാണുന്നില്ല. ഞാൻ തിരിച്ചാന്നൊക്കെ കാണിക്കും. ചിലപ്പോ ഒരു പരിചയമില്ലാത്തവരായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ പരാതികളൊക്കെ കേട്ടു തുടങ്ങി. അപ്പൊ ലെൻസ് വെക്കാൻ ഒരിക്കലും നോക്കിയിട്ടില്ലേ? ലെൻസ് വെക്കാൻ നോക്കി 2 പ്രാവശ്യം എനിക്ക് ഇൻഫെക്ഷൻ ആയി. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നോക്കാത്ത തന്നെയാണ്. നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് കാജലൊക്കെ എഴുതുന്നല്ലേ, അപ്പൊ എന്തായാലും അതിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് പ്രശ്നമാവും. അതുകൊണ്ട് ആ പരിപാടി നിർത്തി. പിന്നെ സീരിയലിന് ഗ്ലിസറിൻ ഇടുമ്പോൾ ലെൻസ് എനിക്ക് കുറച്ച് വെക്കാൻ പാടാണ്, അപ്പൊ അത് നിർത്തി. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ കണ്ടും കാണുന്നില്ല, കണ്ണാടി വെക്കാൻ പറ്റുന്നില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ വിഷമമായിട്ട് പറഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിക് സർജറി ചെയ്തത്. ഓക്കെ, അത് ചെയ്തു. ശരിക്കും ഒരു ദിവസത്തെ പ്രൊസീജിയർ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് റിക്കവർ ആകാൻ കുറച്ചൊരു 1-2 ആഴ്ച എടുത്തു തോന്നുന്നല്ലേ. സാധാരണ അത് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ചെയ്തിട്ട് അടുത്ത ദിവസം പോയി എക്സാം എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ആണോ? പക്ഷേ ഞാൻ കണ്ട വീഡിയോയിൽ 2 ആഴ്ചക്ക് ശേഷമാണല്ലോ ഒരു നോർമൽ. എനിക്കത് റിക്കവർ ആകാൻ ഒരുപാട് സമയം എടുത്തു. എനിക്കൊരു 2 വീക്സ് എടുത്തു. കാര്യം ഞങ്ങൾ എപ്പോഴെങ്കിലും വെളിയിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് സിനിമയ്ക്ക് കയറാക്കത്തില്ലായിരുന്നു. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് സിനിമയ്ക്ക് കണ്ണാടില്ല, സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. ഇവര് മറ്റേ 4K സിനിമ, ഞാൻ കിടന്ന് 2G കറങ്ങിക്കൊണ്ടിരിക്കും. ചേട്ടാ പൃഥ്വിരാജന്റെ മോഹൻലാലാണ് ആരായിരുന്നു ആ പറഞ്ഞതിന്റെ കൂട്ടത്തില് ഞങ്ങൾ വഴക്കോറുണ്ടിട്ടുണ്ട്. ഇത് ഇവളെ കൊണ്ട് ശല്യമായല്ലോ. ഞങ്ങൾ കണ്ണാടി കാക്കാനായിട്ടിരിക്കുക. ഭയങ്കര സിനിമ കണ്ണാടി എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി കണ്ണാടി ഇല്ലാതെ. ഞാനായിരിക്കും തിയേറ്ററൊക്കെ ഇത്രയും വിപുലീകരിച്ചു, എന്നെ ക്ലാരിറ്റി എന്നാ സിനിമയ്ക്കൊക്കെ എന്നുള്ള സീനിലായിരുന്നു ഞാൻ. ആണല്ലേ? എനിക്ക് ഭയങ്കര പാടായിരുന്നു. കണ്ണാടി ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഒരു പുതുജീവിതം പോലത്തെ ഒരു അവസ്ഥ. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എല്ലാരും കണ്ണാടി ഇല്ലാണ്ട് കാണാൻ പറ്റുന്നു. ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ലേ കാണാൻ, കല്യാണത്തിന് കണ്ടില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ട്. എനിക്ക് കണ്ണാടി അത് ഭയങ്കര ഇതായിരുന്നു. ആൾക്കാരുടെ പരാതി കണ്ണാടി ഇങ്ങനെ പറഞ്ഞു ഒരുപാട്. ഞാൻ ഇതുപോലെ ഏതോരു തവണ പണ്ട് സ്കൂളിലാന്ന് തോന്നുന്നു, സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് കണ്ണാടി ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെ എക്സാം കഴിഞ്ഞപ്പോ സ്കൂൾ വാൻ എന്താ ഇല്ലാത്തൊരു ദിവസം ബസ്സിൽ വരാമെന്ന് ഞാൻ അമ്മ എടുത്തു. അപ്പൊ ഇതുപോലെ കണ്ണാതെ ബസ്സിന്റെ പേരൊക്കെ മാറി വേറെ ബസ്സിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി എനിക്ക് കണ്ണ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്ത കുഴപ്പമില്ല, ദൂരക്കാഴ്ചയുടെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഭാര്യയില്ലെന്ന് ഇത്രയും ഭയങ്കരമായിട്ട് മാറിയ ഭാര്യയിലേക്ക് വന്നപ്പോൾ ജീവിതം എങ്ങനെ മാറി? മറ്റേത് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു പറ്റിക്കാൻ. ഏത് ദൂരം നിന്നാലും എനിക്കറിയാം അവർക്ക് എന്നെ കാണാന്ന്.
മറ്റേ ദൂരെ ഏത് പെമ്പിള്ളാടെ കൂടെ വന്നാലും അവർക്ക് കാണത്തില്ല. നഷ്ടപ്പെട്ടു വീണേ. മറ്റേ ഫ്ലാറ്റിന്റെ മേലേക്ക് താഴെ ഏതെങ്കിലും പെമ്പിള്ളോട് സംസാരിച്ചെന്ന് എനിക്കറിയാൻ വീടിനെ കാണുന്നില്ല. ഇപ്പൊ അവർക്ക് നല്ലപോലെ കാണാം. വിഷ്വൽ ക്വാളിറ്റി ദൃശ്യം മികവോടുകൂടി കാണുന്നുണ്ട്. ആ ഒരു ദുഃഖം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മാറി കിട്ടിയല്ലേ. ഈ ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരാളെ കല്യാണം കഴിക്കണം, അങ്ങനെയാണെങ്കിൽ വീട്ടുകാരുടെ കാര്യമൊക്കെ നോക്കി അവിടെ അടുത്ത് തന്നെ നിൽക്കാന്നുള്ളത്. പക്ഷെ അവിടെ നിന്ന് ഒത്തിരി മാറി അടൂര് വരെ വരേണ്ടി എറണാകുളത്ത് സെറ്റിൽഡ് ഒന്നുമില്ലാതെ എറണാകുളത്ത് ആരെങ്കിലും എന്റെ അടുത്ത് എവിടെ നടന്നു വെച്ചാൽ ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രം, ഭർത്താവ് അടൂര്, എവിടെ താമസിക്കുന്ന ഓ അടിപൊളി. ആ ഒരു ഇതാണ് എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ താമസിക്കണതായിരുന്നു ഭയങ്കര ആഗ്രഹം. ഇപ്പോഴും ആഗ്രഹം അത് തന്നെയാണ്. അപ്പൊ ഞാൻ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്തായാലും എന്നെ കൊന്നാലും ശരി ഞാൻ ട്രിവാൻഡ്രം വിട്ട് പോകില്ല. എനിക്ക് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി വരണം, അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നു വീട്ടിൽ പെട്ടെന്ന് വഴക്കുണ്ടായി അപ്പൊ ബാഗ് എടുത്ത് നമുക്ക് സ്വന്തമായിട്ട് പോകാൻ പറ്റും. ഞാൻ വിചാരിച്ച പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പോകാൻ പറ്റും. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണത് വഴക്കുണ്ടാക്കാൻ വീട്ടിൽ പോകുന്നത്. അതായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ പറഞ്ഞ അപ്പൊ കല്യാണം വന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു കൊട്ടാരക്കരയിലാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കൊട്ടാരക്കര, അപ്പൊ എനിക്ക് ബാക്കി എല്ലാം ഓക്കെയാണ്. അപ്പൊ കൊട്ടാരക്കര മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കല്യാണത്തിനോട് താല്പര്യമില്ല. അപ്പൊ എന്റെ അമ്മയുടെ ചേച്ചി ഒരുമിച്ച് പറഞ്ഞു മോളെ 99 സാധനങ്ങൾ നന്നായിട്ടുണ്ട്, ഈ ഒരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അപ്പൊ നീ ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് 99 നല്ലത് വേണ്ടെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തുള്ള ഒരാളെ നിനക്ക് കിട്ടും, പക്ഷെ ബാക്കി 99 കറക്റ്റ് ആയിട്ട് വരണം എന്നില്ല എന്ന് പറഞ്ഞു. ആ ഡയലോഗിൽ ഞാൻ വീണ് പോയിട്ട് എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഞാൻ വിചാരിച്ചു ഈശ്വര എന്നെ ഇടിവിട്ട് ഡയലോഗാണ് വല്യമിച്ച് പറഞ്ഞ ഡയലോഗ്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ 99 ഓക്കെ കൊള്ളാം, ഒരു പ്രശ്നം മാത്രമുള്ള ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ദൂരം, എവിടെ ദൂരം, എന്റെ വീട് കൊട്ടാരക്കരയിലാ, ട്രിവാൻഡ്രത്തുനിന്ന് വണ്ടി കയറി കുറച്ച് നേരം കഴിയുമ്പോൾ കൊട്ടാരക്കര എത്തും. അപ്പൊ അതിന്റെ അമ്മ എടുത്തു ഞാനും കൊട്ടാരക്കരയിൽ പോയി. അമ്മ ആകപ്പെട്ട് 2 പ്രാവശ്യം കൂടെ പോയിട്ടുള്ളൂ കൊട്ടാരക്കരയിൽ. അത് ഞാനും വല്ലാതെ ഓർക്കുന്നു, അടുത്താന്ന് തോന്നുന്നു കൊട്ടാരക്കര. അങ്ങനെ ഞാൻ ഒന്ന് സമ്മതിച്ചു. അപ്പൊ അതിന് കൊട്ടാരക്കര കഴിയുമ്പോൾ 2 വളവുണ്ട്, അത് കഴിയുമ്പോൾ അടൂരാണ് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പം വീട്ടിൽ നിന്ന് ആ സമയത്ത് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. കല്യാണം എല്ലാം ഉറപ്പിച്ച് വെച്ചേക്കാം. അപ്പൊ എന്റെ കസിൻ കല്യാണം കഴിച്ചത് തിരുവല്ലയിലാണ്. അങ്ങനെ തിരുവല്ലയിൽ കല്യാണം കൂടാൻ വേണ്ടിട്ട് ഞങ്ങളുടെ കല്യാണത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുക. അങ്ങനെ കൊട്ടാരക്കര കഴിഞ്ഞു, മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു, വളവുകൾ തിരിവുകൾ എല്ലാം കഴിഞ്ഞ് ഏതോ ഒരു ദൂരെ ഒരു സ്ഥലത്തെത്തി. രാത്രി ഫുഡ് കഴിക്കാണ്ട് വണ്ടി നിർത്തിയപ്പോ ഞാനിങ്ങനെ ഇരിക്കുന്നു, അടൂര്, പക്ഷെ അടൂര് കൊട്ടാരക്കര, അടൂര് ഇവിടെ അല്ലേ വീട്. ഞാൻ വിളിച്ചു, ഞാൻ അടൂര് നിൽക്ക, വീട് എവിടെ? എന്റെ വീട് അടൂരൊന്നും അല്ല. വീട് എവിടെ? വീട് ഏഴംകുളം എവിടെയാ? ഈ അടൂരിന്ന് പിന്നെയും നമ്മൾ യാത്ര ചെയ്ത് ലാസ്റ്റ് ഒരു വളവുണ്ട് കേട്ടോ. ആ വളവ് എത്ര 2.5 മണിക്കൂർ യാത്രയാണെന്നുള്ളൂ. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു വളവ് ഞാൻ കണ്ടു. ആ വളവിന്റെ അപ്പുറത്തായിരുന്നു വീട്. ഇതുമായിട്ട് മാനസികമായിട്ട് എന്നിട്ട് ഞാനന്ന് ഓർമ്മയുണ്ടോ സജിനയുടെ കല്യാണത്തിന് ഞാൻ വിളിച്ചിട്ട് എനിക്ക് കല്യാണത്തിന് താല്പര്യമൊന്നുമില്ല, എനിക്ക് ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞില്ല, നമ്മൾ തമ്മിൽ പറഞ്ഞു ഞാൻ എന്തായാലും എനിക്ക് പറ്റൂല, ഞാൻ താമസിക്കില്ല, ഞാൻ ഇത്രയും ദൂരെയാണെന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറയുമ്പോൾ ആൾക്ക് തമാശ ഒന്ന് ബോഡി എഴുന്നേറ്റുന്നൊക്കെ. ഞാൻ സീരിയസ് ആയിട്ട് ബ്രേക്കപ്പിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ തിരിച്ചിങ്ങോട്ട് തമാശ. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായത് എന്തായാലും തലേന്ന് മാറില്ല. ചേച്ചി ഞാൻ സീരിയസ് ആയിട്ട് ബ്രേക്കപ്പ് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതുപോലും മനസ്സിലായിട്ടില്ലെന്ന്. അപ്പോഴും ഈ തമാശ ചിരിച്ചോണ്ടിരിക്കുന്നില്ലേ, ഇതേ സ്വഭാവമാണ് എന്റെ അടുത്ത് കാണിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞപ്പോ അയാൾ തിരിച്ചാൽ ഇങ്ങോട്ട് ചിരിച്ച് പൊച്ചിച്ച് വിടുന്നത്. എനിക്ക് ഇങ്ങനൊരു അനുഭവം. പലർക്കും ഒരു സംശയമുണ്ട്, സത്യത്തിൽ സജിൻ എന്താണ് ചെയ്യുന്നത്? അതെ തീർച്ചയായിട്ടും അത് എവിടെയെങ്കിലും ഒന്ന് വെളിപ്പെടുത്തും. അതെ, ഞാൻ വിവിഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ പ്രോഗ്രാം മാനേജറാണ്. ഞാൻ അവരുടെ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയാണോ ഈ ആർട്ടിസ്റ്റ് ലൈഫ് പോലെ, അതോ കുറച്ച് സമാധാനമുള്ള ജോലിയാണോ? കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ഉള്ള ജോലിയാണ്. ആർട്ടിസ്റ്റ് ലൈഫിൽ അത്ര റെസ്പോൺസിബിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവർക്ക് ടെൻഷൻ ഇല്ല. രാവിലെ പോവുക, സീൻ അറ്റൻഡ് ചെയ്യുക, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്ക് രാവിലെ പോയാലും വൈകിട്ട് വന്നാലും അടുത്ത ദിവസമായാലും രാത്രിയായാലും എനിക്ക് നെക്സ്റ്റ് ഡേയിലെ കുറിച്ചുള്ള ചിന്ത കാണും. ഇവർക്ക് ആ ചിന്ത കാണില്ല. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവർ കുറച്ചുകൂടെ ഹാപ്പിയാന്ന് തോന്നുന്നു. ഇവർക്ക് ആ രാവിലെ തൊട്ടുള്ള വൈകിട്ട് വല്ല ഷെഡ്യൂൾ കഴിഞ്ഞു, ശരിയും കഴിഞ്ഞു, സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം. പക്ഷേ ആർട്ടിസ്റ്റ് ലൈഫ് അങ്ങനെയാണെങ്കിലും ആലീസ് ഒരു യൂട്യൂബറും കൂടെയാണ്. ഈ എല്ലാ യൂട്യൂബുകാരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. എന്തായാലും ഒരു ബിസിനസ് പാരലൽ ആയിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളത്. ഇതെന്താണ് ഇപ്പൊ ആലീസ് നടത്തുന്ന ബിസിനസ്? ഞാനിപ്പോ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലത്തെ ഒരു സംഭവമാണ് എന്റെ മനസ്സുള്ളതല്ല ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ചേച്ചിട്ട് വലിയ സത്യം രഹസ്യം വെളിപ്പെടുത്തി നമുക്കിത് മറ്റേ ഇത് എന്താ ഹൈലൈറ്റിലിടാനുള്ള സാധനം കട്ടി തരണേ. ആ വലിയ സത്യം ആലീസ് വെളിപ്പെടുത്തുന്നു. കേട്ടോളൂ. ആദ്യമായിട്ട് മീന ചേച്ചിയുടെ ചാനലാണ് ഞാനിത് പറയുന്നത്. ഇതും വരും ഹൈലൈറ്റില്.
കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചി. അപ്പൊ കേൾക്കുമ്പോൾ എല്ലാവരും വെച്ചിട്ടും സിനിമ, സീരിയൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പം വളരെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഇതാണ് എന്റെ മനസ്സിലുള്ളത്. നമുക്ക് ഈ ക്രൂവിന് അവൈലബിൾ ആക്കി കൊടുക്കുക, അതുപോലെ നമുക്ക് പേജ് ഹാൻഡ്ലിംഗ്, ഇപ്പൊ ഷൂട്ട്, ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, വെഡിങ് ആയിക്കോട്ടെ, എന്ത് വന്നാലും നമുക്കത് ഇപ്പൊ വെഡിങ് വന്നാലും വെഡിങ് വർക്ക് കംപ്ലീറ്റ്ലി ചെയ്തു. പല നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വീഡിയോ എടുക്കാൻ അറിയത്തില്ല, പോസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല, ഒന്നും അറിയില്ല. അവർക്ക് മീൻസ് പ്രീ പ്രൊഡക്ഷൻ എന്താണെന്നും അറിയില്ല, പ്രോ പ്രൊഡക്ഷനും അറിയില്ല. അവർക്ക് നല്ലപോലെ കണ്ടന്റ് സംസാരിക്കാനും ഒക്കെ അറിയാം. അവരൊരു മീഡിയം മാത്രമാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്യും. ഇനി ഒരു വലിയ നിങ്ങളുടെ ഒരുമിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നം എന്താണ്? ഇനി അടുത്ത സ്വപ്നം എന്ന് വെച്ചാൽ എന്തോ അടുത്ത ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഒരു 100 ക്ലയന്റ് ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. പ്രൊഡക്ഷൻ ഹൗസ് വലുതാക്കുക അല്ലേ? അപ്പൊ ഇനി നമ്മൾ കാണുമ്പോഴത്തേക്കും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ്, 5 കുട്ടികളും ഒക്കെ ആവട്ടെ, പിള്ളേരൊക്കെ കൊണ്ടുവരാൻ. ഇനി ഞാനൊരു ഫാമിലി ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇന്റർവ്യൂ എന്തായിരിക്കും. അങ്ങനെ എല്ലാ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് യാഥാർത്ഥ്യമാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ എക്സ്പെർട്ടേ ഉള്ളൂ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്.